ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അൻസാരിദാസും വിനോദും എല്ലാവരും കൂടി കൂടാഴ്ച നടത്താണ്. എന്തൊക്കെ വന്നാലും നാളെ ആ വിവാഹം നടക്കരുത് എന്ന് പറയുമ്പോഴേക്കും വിനോദ് പറയേണ്ടത് അതെന്തിനാണ് നാളത്തേക്ക് വെക്കുന്നത്, ഇന്നവരുടെ ഹൽദിയാണ് കേട്ടത്, ഇന്ന് തന്നെ വേണമെങ്കിൽ അവരെ പൊക്കാം എന്ന് പറയുമ്പോഴേക്കും അൻസാരി പറയേണ്ടത് വേണ്ട, ഇന്ന് എന്തായാലും അത് ചെയ്യണ്ട, നാളെ മതി, നാളെ മുഹൂർത്തത്തിന് 15 മിനിറ്റ് മുമ്പ് ഇഷിത എന്ന് പറഞ്ഞവളെ പൊക്കിയിരിക്കണം. മനസ്സിന് അതിൻ്റെ ഉത്തരവാദിത്തം ഫുള്ളും ഞാൻ നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്, അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് മനസ്സിന് പറയുന്നുണ്ട്. അൻസാരി പറയുന്നുണ്ട് വിവാഹത്തിന് മുഹൂർത്തത്തിന് 15 മിനിറ്റ് മുമ്പ് അവളെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് മനസ്സിന് കൊണ്ടുവരണം, ബാക്കി വിനോദിൻ്റെ ആൾക്കാർ ചെയ്തോളും എന്ന് പറയാണ്. ശരി എന്നാൽ അങ്ങനെ നടക്കട്ടെ എന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം വിനോദ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സ്വപ്നവലി വിളിക്കുന്നുണ്ട്. ഹലോ, ആ അമ്മേ, ആ മോനെ നീ ഇത് എവിടെയാ? ഞാൻ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണമ്മേ. എന്താ അമ്മേ? മോനെ നാളെയാണ് നിൻ്റെ ചേട്ടൻ്റെ വിവാഹം എന്ന് പറയാണ്. എന്നെ വിളിക്കണ്ടെന്ന് ചേട്ടൻ പറഞ്ഞൂലേ? ഇല്ല മോനെ, അങ്ങനെയൊന്നും പറഞ്ഞില്ല, നിൻ്റെ അടുത്ത് വരാനും വിവാഹം കാണാനും ഒക്കെ അനുമതി ചേട്ടൻ തന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ അമ്മേ. എനിക്ക് എന്തായാലും ചേട്ടൻ ആദ്യ വിവാഹം കാണാൻ പറ്റില്ല, അതിലൊരു മോളുണ്ടെന്ന് പറയുന്നു, ആ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റില്ല, എന്നാലും ചേട്ടൻ്റെ രണ്ടാം വിവാഹം എനിക്ക് കാണണോ അമ്മേ, ഞാൻ എന്തായാലും അവിടെ വരും എന്ന് പറയാണ്. ശരി മോനെ നീ വരണം. അമ്മേ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്താ മോനെ? അല്ല, ഞാൻ ഇടത്തിയാവാൻ പോകുന്ന ആളെ എനിക്കൊന്ന് കാണണമായിരുന്നു, ഫോട്ടോ എന്തിനുണ്ടെങ്കിലും അയച്ചു തരാമോ? നിനക്ക് നിൻ്റെ ഇടത്തിനെ കാണാൻ കൊതിയായല്ലേ? സത്യം പറഞ്ഞാൽ അതേ അമ്മേ, ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി ഫോൺ വെക്കുവാണ്. ശേഷം മഹേഷ് നോക്കുമ്പോഴേക്കും സ്വപ്നവലി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അത് തുറന്നു നോക്കണം. വിനോദ് ഞെട്ടിപ്പോവാണ്. ഇഷിതയുടെ ഫോട്ടോ ആയിട്ടോ അത്. ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞിട്ട് ആകെ ഞെട്ടിപ്പോവാണ് വിനോദ്. വിനോദ് അപ്പം തന്നെ അവിടെ ഇരുന്ന് പോകുക. ശേഷം എല്ലാവരും അവിടെ നിന്ന് മീറ്റിംഗ് കേട്ട് എല്ലാവരും ഇറങ്ങുമ്പോഴേക്കും മനസ്സാരി ചോദിക്കുന്നുണ്ട്, എല്ലാ വിനോദേ താൻ്റെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, തനിക്ക് എന്ത് പറ്റിയടേ? ഒന്നുമില്ല, ആ വാ നമുക്കെന്നാൽ പുറപ്പെടാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വണ്ടിയിൽ കയറി പുറപ്പെടുക. ശേഷം കാണിക്കണത് നമ്മുടെ എന്താണ് വിശ്വജിത്ത് എല്ലാവരും റെഡിയാക്കി, അതായത് സ്റ്റേജിൽ എല്ലാവരും റെഡിയാക്കുവാണ്. അതെ, നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കണം, ഈ വർക്ക് എന്തായാലും ഓക്കെ ആയിട്ടുണ്ടല്ലോ, നമുക്ക് ഇനിയുള്ള വർക്കുകളൊക്കെ നമുക്ക് ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പിലെ വർക്കുകളൊക്കെ നമുക്ക് കിട്ടും. എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്ന 2 VIP-കളുടെ മാരേജാണ്, ഡോക്ടർ ഇഷിതയും ഹിന്ദുസ്ഥാൻ CEO മഹേഷ് ചന്ദ്രൻ്റെയും. അപ്പോൾ വിവാഹത്തിന് നമ്മളെല്ലാം ഓക്കെ ആയിരിക്കണം, അടിച്ചു പൊളിക്കണം, ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല, നമുക്കൊരു സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പണിക്കാരെയും കൂട്ടി നമ്മുടെ വിശ്വജിത്ത് സെൽഫിയൊക്കെ എടുത്ത് അതൊക്കെ ഫേസ്ബുക്കിൽ ഇടാം കേട്ടോ. അതേസമയം അവിടേക്ക് നമ്മുടെ മാഷും പ്രിയാമണിയും വരുന്നുണ്ട്. പ്രിയാമണിയുടെ മാഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോണ് വിശ്വജിത്ത്. ആ മാഷ് എങ്ങനെയുണ്ട്, അലങ്കാരമൊക്കെ ഓക്കെ ആണോ? വാ എന്നൊക്കെ പറയുമ്പോഴേക്കും മാഷ് പറഞ്ഞു, വിശ്വജിത്തെ നിനക്ക് ഈ മാരേജ് നടക്കണല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വർക്ക് നിനക്ക് തന്നത്. അയ്യോ എനിക്കൊരു കുഴപ്പമില്ല മാഷ്, അല്ലെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തല്ലേ? ഇഷിതനെ പോലത്തെ ബോൾഡായ ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എനിക്കറിയില്ലായിരുന്നു, എന്തായാലും ഞാനത് പഠിച്ചു. ഇതൊക്കെ ചെയ്യേണ്ടത് മഹേഷ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് രണ്ടിനും വിളിച്ചുകൊണ്ട് പോകണം, സ്റ്റേജിലേക്ക് കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് സത്യം പറയാലോ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. എങ്കിൽ നിങ്ങളിവിടെ നിൽക്കേ, എനിക്ക് കുറച്ച് പണി കൂടി ബാക്കിയിട്ടത് പറ്റി വിശ്വജിത്ത് അവിടെ നിന്ന് പോകുവാണ്. അപ്പോഴേക്കും പരിചയക്കാരൊരുത്തർ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മാഷാണെങ്കിൽ പ്രിയാമണിയുടെ അടുത്തിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഷിതയുടെ കമ്പനിയിലെ ആ CEO എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അകത്തേക്ക് കയറ്റുവാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിന് വരുന്നുണ്ട്. ആ മനസ്സിനെ ഇത് എവിടെയായിരുന്നു എന്ന് മാഷ് ചോദിക്കുക. ആ സമയം മനസ്സിന് പറയേണ്ടത് വീട് അടച്ചു കൂട്ടിയിട്ട് 2 ദിവസമില്ലേ മാഷെ, ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കാൻ വേണ്ടി പോയതാ. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അല്ല ഇഷിത എവിടെ? അവൾ ഒരുക്കിക്കൊണ്ടിരിക്കുക, എങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിന് അപ്പുറത്തേക്ക് പോവാട്ടോ. ശേഷം നമ്മുടെ പ്രിയാമണി ചോദിക്കേണ്ടത് അല്ല സ്വപ്നവല്ലിയും കുടുംബം വന്നതിന് ഹൽദി തുടങ്ങാലോ അല്ലേ മാഷെ? ഇത് കൊള്ളാലോ, സ്വപ്നവല്ലിന്നായോ? അല്ല രാമനാഥനും കുടുംബം എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ശരി. അല്ല സ്വപ്നവല്ലിൻ്റെ ഇപ്പം നമ്മൾ സോപ്പിടേണ്ടത്. പ്രിയാമണി എല്ലാം പഠിച്ചു എന്ന് മാഷ് പറയുമ്പോൾ പിന്നെ അല്ലാതെ എന്ന് പറയാട്ടോ. അതേസമയം വിനോദാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കുക കേട്ടോ. ആ സമയത്ത് വിനോദിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. നാളെ എത്ര മണിക്കാണ് വരേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട്, നിങ്ങൾ 10 മണിക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണം, ഞാൻ 2-3 പേര് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. ശരി എന്നാൽ നിങ്ങൾ പോയിക്കോളാൻ പറയാണ്. അതിനുശേഷം അവർ പോയി കഴിയുമ്പോഴേക്കും വിനോദ് ഇഷിതയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഇടത്തി ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയില്ല, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും എനിക്കറിയില്ല എൻ്റെ ഇടത്തി എന്ന് പറഞ്ഞിട്ട് വിനോദ് ഇഷിതയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ നമ്മുടെ അൻസാരി വിനോദിൻ്റെ മൊബൈലിലേക്ക് വിളിക്കുക കേട്ടോ. വിനോദേ താനിത് എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതെ തനിക്ക് വല്ലാത്തൊരു മൂഡൗട്ട് പോലെ, ഞാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ശ്രദ്ധിച്ചു, വണ്ടിയിലിരിക്കുമ്പോഴും താൻ വേറെ ഏതോ ലോകത്തായിരുന്നു. എന്താണോ ഇതിന് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എടോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ
തകിടം മറിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. രാഷ്ട്രീയമാകുമ്പോഴേക്കും നമ്മുടെ നേരെ വരുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും അവർ ചവിട്ടി മുമ്പിലേക്ക് പോകണം. അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. തന്നെ ഞാൻ ഞാൻ കഴിഞ്ഞാൽ അടുത്ത താനാണ് മന്ത്രിയാവേണ്ടത്. തന്നെ ഞാനൊരു മന്ത്രി കസേരയിൽ കാണുന്നത് എനിക്ക് കാണണോടോ, അതൊക്കെയാണ് എൻ്റെ സ്വപ്നം. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനോദ് ഫോം വെക്കുവാണ്. വിനോദ് അങ്ങനെ പ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയം നമ്മുടെ സ്വപ്നവല്ലി രാമനാഥനും അതുപോലെ തന്നെ മഹേഷും എല്ലാവരും അങ്ങോട്ടേക്ക് വരുവാണ്. വരുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണിയും നമ്മുടെ മാഷൊക്കെ വാ 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 നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. സ്വപ്നവല്ലി നമ്മുടെ പ്രിയാമണീനെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും സ്വപ്നവല്ലി പ്രിയാമണി അടുത്ത് പറയുന്നുണ്ട് ഷിപ്പിനെ അവൾ വിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയുന്നുണ്ട് ഷിപ്പി വരാത്തതിന് മാത്രമേ ഉള്ളൂ ഇഷിതക്ക് ഒരു വിഷമം എന്ന് പറയാണ്. എന്ത് ചെയ്യാനാ, ആ രചന എന്ന് പറഞ്ഞ പിശാചി അവളെ വിട്ട് തന്നില്ല എന്ന് പറയാണ്. സാരില്ല വാ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് പോവാണ്. അതിനുശേഷം ചടങ്ങൊക്കെ അങ്ങോട്ട് തുടങ്ങുക കേട്ടോ. ആദ്യം നമ്മുടെ ഇഷിതനെ കൊണ്ടുവരുവാണ്. എല്ലാവരും മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇഷിതക്ക്. എല്ലാവരും ചടങ്ങിലൊക്കെ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം പ്രിയാമണി മഞ്ഞൾ തേച്ച് കൊടുക്കും, പിന്നെ അഷിത, പിന്നെ നമ്മുടെ സ്വപ്നവല്ലി, മഞ്ജിമ, അങ്ങനെ ആർദ്ര, അങ്ങനെ എല്ലാവരും മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അവസാനം മനസ്സുനിയും വരുന്നുണ്ട്. മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ദേഷ്യത്തോട് കൊടുത്തിട്ടാണ് ഇടയ്ക്ക് മനസ്സിന് നോക്കുന്നത്. അങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ രചന കടന്നു വരുവാണ്. കൂടെ ചിപ്പിയുണ്ട്. രചനനെ ചിപ്പിനെ കാണുമ്പോഴേ എല്ലാവരും അങ്ങോട്ട് ഞെട്ടിപ്പോവുക കേട്ടോ. മഹേഷിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഇവള് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുക അതുമായിട്ട് പോകാൻ പോകുമ്പോഴേക്കും രാമനാഥനും മാഷും പറഞ്ഞിട്ട് വേണ്ട മഹേഷ് ഒന്നും ചെയ്യണ്ട, ഈ സമയത്ത് ഒന്നിനും പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് പറയാണ്. അങ്ങനെ മഹേഷിനെ പിടിച്ച് നിർത്തുവാണ്. അതേസമയം നമ്മുടെ ഇഷിതൻ്റെ അടുത്തേക്ക് നമ്മുടെ രചനയും ചിപ്പിയും കൂടി വരുന്നുണ്ട്. ഇഷിത അടുത്ത് പറയുന്നുണ്ട് രചന സോറി ഇഷിത, ഞാൻ കുറച്ച് എടുത്തു ചാടി, ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി, സോറി. ഇന്നും നാളെ ചിപ്പി നിങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത്, അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. താങ്ക് യു സോ മച്ച് രചന. രചന കല്യാണത്തിന് വരണം. ഓ ഓഫ് കോഴ്സ് ഞാൻ എന്തായാലും വരും എന്നൊക്കെ രചന പറയേണ്ട. ശേഷം കുറച്ച് മഞ്ഞളെടുത്ത് ഇഷിതയുടെ മുഖത്തേക്ക് ചാർത്തി കൊടുക്കുകയാണ്. ഇഷിതയ്ക്ക് സന്തോഷമാവാട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ പാട്ടും മേളമൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. മഹേഷും ഡാൻസ് കളിക്കേണ്ടത്, സ്വപ്നവല്ലി, പ്രിയാമണി എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ആഘോഷമാണ്. ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളും ആഘോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ പാട്ടിൻ്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷിൻ്റെ നെഞ്ചിലൊക്കെ കിടക്കുന്നുണ്ട് ഇഷിത. അങ്ങനെ അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുനിയും അതുപോലെ തന്നെ രചനയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതിനുശേഷം മനസ്സിനെ മാറ്റി നിർത്തി രചന പറയുന്നുണ്ട് ഈ കല്യാണം മുടങ്ങണം എന്ന് പറയുമ്പോൾ മനസ്സിന് പറയുന്നുണ്ട് അതെ ഈ കല്യാണം മുടങ്ങണം. എന്നെ മനസ്സിലായില്ലേ, മനസ്സിലായി, ആകാശ് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. നാളെ എന്തായാലും വിവാഹം മുടങ്ങിയിരിക്കും. അവളെ എൻ്റെ മോനെ ചതിച്ചവളാ, പ്രസവിക്കാൻ കഴിവുണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും എൻ്റെ മോനെ പ്രണയിച്ച് ചതിച്ചു ഐഷിത എന്ന് പറഞ്ഞവളാ. അത് മാത്രമല്ല എൻ്റെ മോനുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ വരെ അവൾ ഇല്ലാതാക്കി. അത് പോരാണ്ട് എൻ്റെ മരുമോളുടെ യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് അവളിപ്പോൾ പറയണത് എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട് എന്നെയും അവൾ ചതിച്ചു, കൂടെ നിന്നിട്ട് മഹേഷിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. മഹേഷ് അവൾ കെട്ടിക്കഴിഞ്ഞു ഒരിക്കലും എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കിട്ടില്ല. അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങണം, എന്തായാലും മുടക്കിയിരിക്കണം എന്ന് പറയാണ്. അതെ അത് ഞങ്ങൾ എന്തായാലും മുടക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ രചനയെ പരസ്പരം മാറി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അങ്ങനെ അവിടെയാണെങ്കിൽ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ സന്തോഷത്തിൽ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റോളം പാട്ടും ഡാൻസും തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ചെറുതാക്കി പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.